വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക നീക്കവുമായി ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചു എന്നതാണ്. വൈസ് ചാൻസലർ നിയമന പ്രക്രിയയിൽ നിന്ന് മുഖ്യമന്ത്രിയെ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് അതിന് കാരണമായിട്ടുള്ളത് രാജ്യചരിത്രത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സർവകലാശാല, ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ആ സർവകലാശാലയിൽ ഉൾപ്പെടെ യാതൊരുവിധ അധികാരവുമില്ല എന്നൊക്കെ പറയുന്നത് വളരെ വലിയ മൂഢത്വമാണ് എന്നാണ് പറയാനുള്ളത്. തീർച്ചയായും ഇതുവരെ സംസ്ഥാനത്ത് നിലനിന്നു പോന്നിരുന്ന ഒരു ജനാധിപത്യ മര്യാദകളെയൊക്കെ ലംഘിക്കുന്ന രീതികളാണ് സമീപകാലത്ത് ബഹുമാനപ്പെട്ട ചാൻസലർമാരുടെ ഭാഗത്തുനിന്ന് കണ്ടുവരുന്നത്. അത് വളരെ കഷ്ടമാണ്. നമ്മുടെ സർവകലാശാലകളുടെ അക്കാദമിക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകുന്നതിന് പകരം കാലുഷ്യങ്ങൾ സൃഷ്ടിക്കുന്ന നടപടികളിൽ നിന്ന് ഏവരും പിന്തിരിയേണ്ടതാണ് എന്നാണ് പറയാനുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന സുപ്രീം കോടതി വിധി ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ബാലൻസ്ഡായ ഒന്നായിരുന്നു. തർക്കം നിൽക്കുമ്പോൾ അത് ഏറ്റവും കൃത്യമായ രീതിയിൽ പരിഹരിക്കാനുള്ള ഒരു ഫോർമുലയാണ് സുപ്രീം കോടതി മുന്നോട്ട് വച്ചത്. അത് സ്വീകരിച്ചുകൊണ്ട് അതുമായിട്ടുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന് പകരം വീണ്ടും കോടതിയെ സമീപിച്ച് പ്രശ്നം വഷളാക്കാനുള്ള ഒരു നീക്കം തീർച്ചയായും വളരെയധികം ഖേദകരമാണ്. നമ്മുടെ സർവകലാശാലകളുടെ ഉന്നമനവും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മികച്ച സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനും ഒക്കെയാണ് ഏവരും ഒരുമിച്ച് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ സുപ്രീം കോടതി തന്നെ ഒരു വേള പറഞ്ഞത്, അതായത് രണ്ടു കൂട്ടരും, സർക്കാരാകട്ടെ ഗവർണറാകട്ടെ, രണ്ടുപേരും ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഒരു അനുനയം പോലെ മുന്നോട്ട് വെച്ച നിർദ്ദേശം പോലും തള്ളിക്കളയുന്ന സമീപനമല്ലേ ഗവർണറുടെ ഭാഗത്ത്? അതാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പം മനസ്സിലാകുന്നുണ്ടല്ലോ ആരാണ് ഇക്കാര്യത്തിൽ വാശി പിടിക്കുന്നത് എന്നുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് പരമാവധി അനുരഞ്ജനത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുകയും ഞങ്ങൾ പലതവണ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തതാണ്. വളരെയധികം പരിശ്രമം ഇക്കാര്യത്തിൽ സമവായം സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളതാണ്. അതൊക്കെ തീർത്തും അവഗണിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റിനെ പാടെ ഒഴിവാക്കുക എന്നുള്ള സമീപനമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെയധികം ഖേദകരമാണ് എന്നാണ് പറയാൻ. മുഖ്യമന്ത്രി ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ നിയമനം നടത്താൻ പറ്റുമോ? മുഖ്യമന്ത്രി എന്നുള്ളതല്ല, സംസ്ഥാന ഗവൺമെൻറ്റിന് ഇതിൽ പങ്കുണ്ടാകേണ്ടതില്ലേ? എല്ലാ കാലത്തും ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി ആണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഏതായാലും ഗവർണർ വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. VC നിയമനവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി അധികാരത്തിൽ നിന്നും ഒഴിവാക്കണം എന്നതാണ് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം.